ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു BMW 5 സീരീസ് വണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി വന്നതാണ്. അത് നോക്കാനുള്ള കാര്യം കസ്റ്റമർ നമ്മളെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ വണ്ടി ഫുൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹം വാഹനം പുറത്തുനിന്നും ഡൽഹിയിൽ നിന്നും എടുത്ത വണ്ടിയാണ്. BMW 2016 മോഡലായിരുന്നു. അപ്പം ഈ കസ്റ്റമർക്ക് ഈ വണ്ടി ഒരാഴ്ചക്കുള്ളിൽ വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ നമ്മൾ വാഹനം വന്ന് കണ്ടപ്പോൾ കംപ്ലീറ്റ് സ്ക്രാച്ച് ആയിരുന്നു, കംപ്ലീറ്റ്. പക്ഷേ എൻജിൻ സൈഡൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ വണ്ടി ഡൽഹിയിൽ നിന്നും വരുന്ന മിക്ക വാഹനങ്ങൾക്കും എൻജിനൊക്കെ ഭയങ്കര മോശമാണ്. പലർക്കും വാഹനങ്ങൾ എടുത്ത് പണി കിട്ടാറുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ പല പ്രാവശ്യം. പക്ഷേ ഈ വാഹനം അങ്ങനെയല്ല കേട്ടോ. ഈ വണ്ടി നല്ല വണ്ടിയാണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. പെയിന്റിന്റെ കറക്ഷൻ ഒഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ആവശ്യം ഈ വാഹനത്തിന്റെ പെയിന്റ് കറക്ഷൻ മാത്രമല്ല, കംപ്ലീറ്റ് ചെക്കപ്പ് ആയിരുന്നു പറഞ്ഞ്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനെ കംപ്ലീറ്റ് ചെക്കപ്പും അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഏറ്റു ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും സ്ക്രാച്ചസ് ഉള്ള ഒരു വണ്ടി റീപെയിന്റ് ചെയ്യാതെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് ഈ വാഹനം കൊണ്ടുപോകുമ്പോൾ പോലും ഒരു ഉറപ്പില്ലായിരുന്നു. അങ്ങോട്ടുള്ള വർക്ക് കംപ്ലീറ്റ് കാണാനായി ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് ഈ വാഹനത്തിന് ഫീൽ ചെയ്തിരുന്നു. ആദ്യം തന്നെ നമ്മൾ വണ്ടി കൊണ്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് എഞ്ചിൻ റൂമെല്ലാം, എഞ്ചിൻ ബേ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നീറ്റാക്കി. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പണി. പിന്നെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു ആലോചനയായിരുന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല. വാട്ടർ പേപ്പറിൽ 10,000 വാട്ടർ പേപ്പറിൽ ഫസ്റ്റ് ഫുള്ള് ഞങ്ങൾ കട്ട് ചെയ്തു. ഈ പാട്ട് സ്ക്രാച്ച് ഉള്ള എല്ലാ ഏരിയാസും കംപ്ലീറ്റ് 10,000-ന്റെയും 5,000-ന്റെയും പേപ്പറിൽ, വാട്ടർ പേപ്പറിൽ ഫുള്ള് അങ്ങോട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ലെവലായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും ഇത് നമ്മൾ റീസ്റ്റോർ ചെയ്ത ഭാഗവും റീസ്റ്റോർ ചെയ്യാത്ത ഭാഗവും. ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു ഈ വാഹനം ഒരു നല്ല കണ്ടീഷനിൽ എത്തിക്കാൻ. ഈ വണ്ടിയുടെ ഔട്ട്പുട്ട്, ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മോശമായിരുന്നു ഈ വാഹനത്തിന്റെ അവസ്ഥയിൽ നിന്നും. അതിൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ റീസ്റ്റോർ ചെയ്തേക്കുന്നത്. അത് കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അത്ര പണിയെടുത്തതിന്റെ റിസൾട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാഹനത്തിന്റെ പെയിന്റ് കറപ്ഷൻ ജോബ് എല്ലാം കഴിഞ്ഞു. ഇനി വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് ആണ്. ഇത്രയും ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു ഈ വാഹനം സ്കാൻ ചെയ്തപ്പോൾ. ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻസുകളെല്ലാം നമ്മൾ വയറിംഗ് കംപ്ലയിൻസ് ആയിരുന്നു, അതെല്ലാം റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കി. അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ മെക്കാനിക്കൽ ചെക്ക് ചെയ്തു. മെക്കാനിക്കൽ ഭാഗം എല്ലാം ക്ലിയർ ആണ്. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ മെക്കാനിക്കൽ എൻജിൻ സൈഡൊക്കെ പക്കയാണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും തീർന്ന് നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനാക്കി. ഗ്രാഫൈൻ കോട്ടിംഗ് കൂടെ ബാക്കിയുണ്ട്. ഗ്രാഫൈൻ കോട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഈ വാഹനത്തിന്റെ ഔട്ട്പുട്ട്. ഒരാൾ ഈ വാഹനം നേരിട്ട് കണ്ടാൽ ഈ വാഹനത്തിൽ 2016 മോഡലാണെന്ന് ഒരിക്കലും പറയില്ല. അതുപോലെ നീറ്റാക്കി നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. വാട്ടർ റിപ്പല്ലൻ്റ് എഫക്റ്റ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, ഇതാണ് ഈ വാഹനത്തിൻ്റെ ഔട്ട്പുട്ട്. അത് ഈ വാഹനം നേരിട്ട് കണ്ടാൽ വളരെ മനോഹരമാണ്. 2016 മോഡലാണെന്ന് ഒരിക്കലും പറയില്ല. മോഡൽ വൈസ് അറിയാവുന്നവർക്ക് അറിയാം. അല്ലാതെ വണ്ടി നല്ല കുട്ടപ്പനാണ്, നല്ല മുട്ടായ പരുവത്തിൽ വണ്ടി ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോൾസ് ഓട്ടോമോട്ടീവ്സിൽ കോൺടാക്ട് ചെയ്യാനാണ്. താങ്ക് യു.